ഓം ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോണ വിഷയം ക്ഷേത്ര ദർശനം എങ്ങനെ നടത്തണം, ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ശരീരശുദ്ധി, മനഃശുദ്ധി. ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം ശുദ്ധിയാക്കുക, അതുപോലെ എന്ന് വെച്ചാൽ കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരീരശുദ്ധി, മനഃശുദ്ധി. പിന്നെ വസ്ത്രം തലേ ദിവസം ധരിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പിറ്റേ ദിവസം ഇട്ടുകൊണ്ട് പോകാൻ. അങ്ങനെയുള്ള വസ്ത്രം ഇടാൻ പാടില്ല. തലേ ദിവസം മാറ്റി വെച്ചേക്കണ വസ്ത്രം മാറ്റി വെച്ചേക്കണ വസ്ത്രം ഇട്ടുകൊണ്ട് അമ്പലത്തിൽ ദർശനം, ക്ഷേത്രത്തിൽ പാടില്ല. നിങ്ങൾ നനച്ചുണക്കിയ വസ്ത്രം ഉപയോഗിച്ച് വേണം ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട്. പിന്നെ പാദരക്ഷകൾ, ചെരുപ്പ്. ഈ ചെരുപ്പ് ചുറ്റും അതിൻ്റെ പുറത്ത് വേണം ഇടാനായിട്ട്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു കിഴക്ക് വശത്ത് ഗോപുരം, പടിഞ്ഞാറ് വശത്ത് മതിൽ, അവിടെ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ പടിഞ്ഞാറ് വശത്തേക്കിടെ കയറും. അപ്പോൾ ഈ ചെരുപ്പ് മുഴുവനും കൊണ്ടുവന്ന ആൾക്കാർ കല്ലുവിളക്കിൻ്റെ അവിടം വരെ എത്താണ് ചെരുപ്പുകൾ. ചെരുപ്പ് ഇട്ടിട്ട് നിറച്ച് ചെരുപ്പ് കിടക്കുക. അത് ഭയങ്കര ദുരിതം വരും. ഇടുന്ന ആൾക്കാർക്ക് ദുരിതമാണ്. കാരണം ദേവന്റെ ശരീരമാണ് ചുറ്റുമതിൽ കഴിഞ്ഞാൽ ബാക്കി ദേവന്റെ അകം, ദേവന്റെ ശരീരം. അപ്പൊ ദേവന്റെ ശരീരത്താണ് നമ്മൾ ഈ ചെരുപ്പ് നിക്ഷേപിക്കുന്നത്. അത് വയ്ക്കാൻ പാടില്ല. അപ്പൊ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ചവിട്ടണില്ലേ എന്ന്. നമ്മൾ ദേവന്റെ ഒരു ഭാഗമാണ്, ഒരംശമാണ്. അപ്പൊ നമ്മുടെ മേത്ത് തന്നെ ചവിട്ടണം. അപ്പൊ അതിന് പ്രശ്നമില്ല. അപ്പോൾ ഇല്ലെങ്കിൽ അത് അങ്ങനെ ചെരുപ്പ് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആൾക്കാർക്കാണ് ദുരിതം തന്നെ. ഇതൊക്കെ ആൾക്കാരാരും പറഞ്ഞു തരൂല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പിന്നെ ഗോപുര വസ്തുക്കളെ പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അകത്തുകട എവിടെ അകത്ത് കടന്നാലേ പിന്നെ നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിലെ ദേവൻ ഏതാ മൂർത്തി, ആ ദേവന്റെ രൂപം മാത്രമേ ഉള്ളിൽ നിങ്ങൾക്ക് പാടുള്ളൂ. വേറെ പരിചയമുള്ള ആൾക്കാർ പലരും കാണും. ആരോടും സംസാരിക്കരുത്, ഒന്നും മിണ്ടരുത്. നിങ്ങൾ നേരെ ആ ദേവനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് പോവുക. ഇനി പരിചയമുള്ള ആളെ കണ്ട ഒന്നും മിണ്ടണ്ട, നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. അത് കുനിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ആരും നമ്മളെ ശ്രദ്ധിക്കില്ല. പിന്നെ പുരുഷന്മാര് മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല. മേൽവസ്ത്രം ഇല്ലാണ്ട് ഇന്നിപ്പോൾ കാണാം, സർവ്വസാധാരണമാണ്. ആൾക്കാർ ഷർട്ട് ഊരിയിട്ട് ഒരു വശം മാത്രം ഊരിയിടും, ഒരു വശം അങ്ങനെ കിടക്കും. അങ്ങനെ പാടില്ല. ഷർട്ടാണെങ്കിൽ ഷർട്ട് മുഴുവനും അഴിക്കണം, എന്നിട്ട് വേണം പാനായിട്ട്. അപ്പം ചോദിക്കാതെ സ്ത്രീകൾക്ക് എന്താ അങ്ങനെ അവരതില്ല. സ്ത്രീകൾക്ക് സഭ്യതയുടെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് അങ്ങനെ. നമ്മൾ സ്ത്രീകൾക്ക് അമ്പലത്തിൽ പ്രവേശനം ഉണ്ടായില്ല മുമ്പ്. അപ്പോൾ വന്നപ്പോൾ അത് സഭ്യതയുടെ ഭാഗമായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് വസ്ത്രം ഇടാം എന്നുള്ള പറ്റൂ. മാത്രമല്ല അവരും ഈ മുഖോ ശിരസോ മറയ്ക്കാൻ പാടില്ല. അമ്പലത്തിൽ പോകുമ്പോൾ സ്ത്രീകൾ ശിരസോ മുഖോ മറയ്ക്കാൻ പാടില്ല. മനസ്സിലായി? അത് അങ്ങനെ. പിന്നെ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഉപദേവതമാരെ ആദ്യം ദർശനം നടത്തും. ഉപദേവതമാർക്ക് ദർശനം നടത്തും. അപ്പൊ 3 പേരുണ്ട്, ഇല്ലെങ്കിൽ 5 പേരുണ്ട്. 5 പേരെ ആദ്യം ദർശനം നടത്തിയിട്ടേ ഉള്ളിലേക്ക് പോകും. പിന്നെ അവിടെ കാണിക്കയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപോലെ ഇടണം. ക്ഷേത്രത്തിലെ എത്ര ഉപദേവതമാരുണ്ട് അവർക്കും മെയിൻ സ്ഥലത്തും പ്രതിഷ്ഠയുള്ള സ്ഥലത്തും ഒക്കെ ഒരുപോലെ വേണം ഭണ്ഡാരത്തില് നിങ്ങൾ കാണിക്ക സമർപ്പിക്കാനായിട്ട്. ഇപ്പൊ 5 രൂപ ആണെങ്കിൽ എല്ലായിടത്തും 5 രൂപ ഇല്ലേ. അങ്ങനെ എല്ലായിടത്തും എടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പുറത്തെ ഭണ്ഡാരത്തിൽ നിങ്ങൾ ഇട്ടോ, എത്ര വേണമെങ്കിലും ഇടാം. മറ്റിടത്ത് ഒന്ന് ഇടാണ്ടിരുന്നാൽ മതി. പിന്നെ തൊഴുകണം. ദേവന്റെ നേരെ ഇപ്പോൾ നമ്മൾ ശ്രീകോവിലേക്ക് പോണ ആ നടയുടെ അവിടെ നേരെ നടുക്ക് നിന്ന് തൊഴാൻ പാടില്ല. സൈഡിൽ വേണം നിൽക്കാൻ. ഒന്നുമില്ല ഇടത് വശത്ത് അല്ലെങ്കിൽ വലത് വശത്ത്. കാരണം ദേവന്റെ ചൈതന്യം, പോസിറ്റീവ് എനർജി അവിടെ നിന്ന് പ്രസരണം ചെയ്യണത് ദേവന്റെ ഈ വിഗ്രഹത്തിന്റെ സൈഡിൽ കൂടെയാണ്, നടുക്ക് കൂടെയല്ല. അപ്പോൾ നിങ്ങൾ നടുക്ക് നിന്ന 2 സൈഡിൽ കൂടെ അങ്ങോട്ട് പോകും, നിങ്ങൾക്കൊന്നും കിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് സൈഡിൽ നിന്ന് വേണം നിങ്ങൾ തൊഴാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. മനസ്സിലായില്ലേ? ഇനി തീർത്ഥം സേവിക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് തീർത്ഥവും പ്രസാദവും ഒക്കെ മേടിച്ചാൽ തീർത്ഥം സേവിച്ചാലേ ബാക്കി കയ്യിൽ തന്നെ താഴത്തേക്ക് കുടഞ്ഞു കളയാൻ പാടില്ല. അത് തലയിൽ മൂർധാവിൽ നിങ്ങൾക്ക് അത് തലോടാം. പിന്നെ പ്രസാദം ആ അമ്പലത്തിന്റെ ഉള്ളില്, ശ്രീകോവിലൊക്കെ ഇരിക്കുന്ന ആ അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ തൊടാൻ പാടില്ല. ഇന്ന് സർവ്വസാധാരണമായിട്ടാണ് കണ്ണാടി വെച്ചിട്ട് ആൾക്കാർ ലൈനായിട്ട് നിന്ന് ചന്ദനം തൊടുകയാണ്. അത് പാടില്ല. അത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമേ നിങ്ങൾ പാടുള്ളൂ. പിന്നെ കാണാം അകത്തുനിന്ന് അതുപോലെ ആൾക്കാർ വരുമ്പോൾ ബലിക്കപ്പരയിൽ ഇരുന്നിട്ട് എല്ലാവരും നിരന്നിരിക്കണം. നിരന്നിരുന്ന് സംസാരം
പല കാര്യങ്ങളും സംസാരിക്കാം. ഒരിക്കലും പാടില്ല. നിങ്ങൾ ഈ ദർശനം നടത്തിയതിൻ്റെ ഫലം മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? നിങ്ങൾ അവിടെ ഇരുന്ന് മനസ്സിൽ ദേവനെ ധ്യാനിച്ച് നാമം ഉള്ളിൽ ചൊല്ലിക്കൊള്ളൂ. അത് ഉറക്കം ചെല്ലാൻ പാടില്ല. അതുപോലെ ഈ തൊഴുകണ സമയത്ത് ആൾക്കാർ ഉറക്ക നാമം ചെല്ലും, ചെല്ലരുത്. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കേണ്ടവർക്ക് നാമം ചെല്ലാൻ പാടില്ല. നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ആ രൂപം കണ്ട് നിങ്ങൾക്ക് താങ്ക. അതുപോലെ വലിക്കപ്പലയിൽ ഇടുന്നു, അങ്ങനെ പാടുള്ളൂ. എത്ര നേരം വേണമെങ്കിൽ ഇരുന്നോളൂ. പക്ഷെ ഇരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാനോ കഥകൾ പറയാനോ മറ്റുള്ളവർക്ക് കുറ്റം പറയാനോ പാടില്ല. അത് ഗുണത്തിലേറെ ദൂഷ്യം നിങ്ങൾക്ക് ചെയ്യും. പിന്നുള്ളത് സ്ത്രീകൾക്ക് ആർത്തവം വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ 7 ദിവസം അശുദ്ധി കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 7 ദിവസം കഴിഞ്ഞേ അവർക്ക് ക്ഷേത്ര ദർശനം പാടുള്ളൂ. സാധാരണ ക്ഷേത്രങ്ങളിൽ അല്ല, ശിവക്ഷേത്രത്തിലല്ല അവർ പോണെങ്കിൽ 10 ദിവസമാണ് അവർക്ക് അശുദ്ധി. മനസ്സിലായില്ലേ? അപ്പം അതങ്ങനെ. പിന്നെ പുഷ്പാഞ്ജലി പ്രസാദം വീട്ടിൽ കൊണ്ടുവന്നിട്ട് പുഷ്പാഞ്ജലി കഴിച്ച് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ ഒരു മുറിയിൽ അത് വയ്ക്കും. പിന്നെ കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ അടിക്കടി വയ്ക്കും. ചിലർ ഷോക്കേസിൻ്റെ ഉള്ളിൽ വയ്ക്കും, ചിലർ പൂജാമുറിയിൽ വയ്ക്കും. ദുരിതമാണ്. അതായത് ഒരു പുഷ്പാഞ്ജലി കഴിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ അത് നിങ്ങൾ വച്ചേക്കാൻ പാടില്ല. അതിൽ നിന്ന് വേണമെങ്കിൽ ആ പ്രസാദം ചന്ദനം എടുത്ത് ഒരു ഡബ്ബയിൽ എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം. പക്ഷേ മറ്റേ പൂവ് മറ്റുള്ള സാധനങ്ങൾ അതെല്ലാം ഇല ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വയ്ക്കരുത്. അതെല്ലാം കൂടി എടുത്തിട്ട് നിങ്ങൾ ഒഴുകണ വെള്ളത്തിൽ കളയണം. അല്ലെങ്കിൽ നമുക്ക് ദുരിതം വരും. മനസ്സിലായില്ലേ? ഇതൊന്നും ആരും പറഞ്ഞു തരൂല. അപ്പം അതിന് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി പ്രദക്ഷിണ വിധിയാണ്. ഓരോ ദേവനും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ തന്നെ ഓരോ ദേവനും ഓരോ പ്രദക്ഷിണ വിധി പറഞ്ഞിട്ടുണ്ട്. അത് അനുസരിച്ച് പ്രദക്ഷിണം വയ്ക്കണം. അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ പറയാൻ പോകണം പ്രദക്ഷിണ വിധിയാണ്. ഓരോ ദേവന് എത്ര പ്രദക്ഷിണം വയ്ക്കണം, എങ്ങനെ പ്രദക്ഷിണം വയ്ക്കണം, മറ്റുള്ള രീതികളൊക്കെ ആയിരിക്കും അടുത്ത് ഇത് പറയണം. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മൾ ഇതുവരെ അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.